തിരുവനന്തപുരത്ത് നിന്ന് 55 കിലോമീറ്റർ അകലെ പെരിങ്ങമല പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഹിൽ സ്റ്റേഷനുകളിൽ ഒന്നായ പൊന്മുടിയിലേക്കാണ് അടുത്ത നമ്മുടെ യാത്ര. നമ്മളിവിടെ എത്തി കല്ലാർ ഗോൾഡൻ വാലി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ നിന്ന് ടിക്കറ്റും എടുത്തു. ഞങ്ങൾ നേരെ പൊന്മുടി ടോപ്പ് സ്റ്റേഷനിലേക്കുള്ള യാത്ര ആരംഭിച്ചു. അല്പം സാഹസ്യമാണ് ഹെയർ പിന്നിലൂടെയുള്ള ഡ്രൈവിങ്. 22 ഹെയർ പിന്ന് നമുക്ക് ക്രോസ് ചെയ്യാനുണ്ട്. നിസ്സാരം എന്ന് കരുതി സാഹസികത എന്തെങ്കിലും പുറത്തെടുത്തു കഴിഞ്ഞാൽ വണ്ടി നേരെ താഴ്ചയിലേക്ക് പോകും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം ഡ്രൈവ് ചെയ്യുക. ഹെയർ പിന്നെല്ലാം ക്രോസ് ചെയ്ത് നമ്മൾ മുകളിലെത്തിയാൽ പിന്നെ കാണുന്നത് പ്രകൃതി ഒരുക്കിയിരിക്കുന്ന കാഴ്ചകളുടെ ഒരു മാസ്മരിക വിരുന്നാണ്. 3600 അടി പൊക്കത്തിലാണ് പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായ ഈ പൊന്മുടി മലനിരകൾ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ അഗസ്ത്യറോഡം മലനിരകളും പേപ്പാറ ഡാം സംഭരണിയും എല്ലാം കാണാൻ കഴിയും. കുറച്ചുകൂടി പോകണം ടോപ്പ് സ്റ്റേഷനിലെത്താൻ. പോകുന്ന വഴിക്ക് ഒരു ചെക്ക് പോസ്റ്റ് കൂടിയുണ്ട്. നമ്മൾ താഴെ നിന്ന് എടുക്കുന്ന ടിക്കറ്റ് ഇവിടെ ചെക്ക് ചെയ്യും. അതുകൊണ്ട് ഗോൾഡൻ വാലി നിന്ന് എടുത്ത ടിക്കറ്റ് കളയാതെ സൂക്ഷിക്കുക. ഇവിടെ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞാൽ നേരെ പോകുന്നത് ഒരു ഗസ്റ്റ് ഹൗസും ഒരു വ്യൂ പോയിൻറ്റും ഒക്കെ ഉള്ള സ്ഥലത്തേക്കാണ്. അവിടെ KTDCയുടെ ഒരു ക്യാൻറ്റീനും ഉണ്ട്. ചെക്കിങ് കഴിഞ്ഞ് മുകളിലേക്ക് 1 കിലോമീറ്റർ ഡ്രൈവ് ചെയ്യണം. നല്ല വ്യൂ ആണ് ഇവിടെയെല്ലാം. പക്ഷേ ഡ്രൈവ് ചെയ്യുമ്പോൾ വ്യൂ നോക്കിയാൽ നേരെ കുഴിയിലായിരിക്കും കാറ് പോകുന്നത്. സീസൺ തുടങ്ങിയതുകൊണ്ട് KSRTC ബസ് ഇടയ്ക്കിടയ്ക്കുണ്ട്. KSRTCയുടെ വെബ്സൈറ്റിൽ നിന്ന് റൂട്ട് ഇൻഫർമേഷൻ കിട്ടും. പോകുന്ന വഴിക്ക് തന്നെയാണ് പൊന്മുടി പോലീസ് സ്റ്റേഷനും സ്ഥിതി ചെയ്യുന്നത്. സാമ്പാർ ഡിയർ എന്നറിയപ്പെടുന്ന വരയാടുകളുടെ ഒരു സംരക്ഷിത കേന്ദ്രം കൂടിയാണ് പൊന്മുടി. ഈ വിവരം എത്ര പേർക്കറിയാം? അതുകൊണ്ട് തന്നെയാണ് പൊന്മുടി ടോപ്പ് സ്റ്റേഷൻ എൻട്രൻസും പിന്നെ മുകളിലുള്ള ഒരു ക്യാൻറ്റീനിലും അവിടെയെല്ലാം വരയാടുകളുടെ സ്റ്റാച്ചു വെച്ചിരിക്കുന്നത്. വരയാടുകൾ മാത്രമല്ല, ഒരുപാട് വംശനാശത്തിലേക്ക് പോകുന്ന ജന്തുജാലങ്ങളുടെ ഒരു വിഹാര കേന്ദ്രം കൂടിയാണ് പൊന്മുടി ഉൾപ്പെടുന്ന ഈ വനപ്രദേശം. ഒരുപാട് പറയാനുണ്ട് ഇതിനെക്കുറിച്ചെല്ലാം. പക്ഷേ അതിന് മുമ്പ് നമ്മൾ പതുക്കെ ഇവിടെ ഒരു ക്യാൻറ്റീനുണ്ട്. ആ ക്യാൻറ്റീനിൽ ഇറങ്ങി ഒരു കട്ടനൊക്കെ അടിച്ച് ഒരു സ്നാക്സൊക്കെ കഴിച്ചിട്ടാകാം അടുത്ത നമ്മുടെ എക്സ്പ്ലനേഷൻ എല്ലാം. പൊന്മുടിയിലെ മെയിൻ ക്യാൻറ്റീനാണിത്. അത്യാവശ്യം ഫുഡും സ്നാക്സും എല്ലാം ഇവിടെ കിട്ടും. ടോയ്ലറ്റ് ഫെസിലിറ്റിയും ഉണ്ട്. കുട്ടികൾക്കൊരു ചെറിയ പാർക്കും ഉണ്ട്. ഇവിടെ സൈക്കിളെല്ലാം വാടകയ്ക്ക് കിട്ടും. നമുക്കതൊക്കെ എടുത്ത് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യാം. കാറ് പാർക്ക് ചെയ്ത് നമ്മൾ ടോപ്പ് സ്റ്റേഷൻ മെയിൻ കവാടത്തിലേക്ക് വരികയാണ്. ഇവിടുന്ന് അങ്ങോട്ട് പ്രൈവറ്റ് വെഹിക്കിൾസ് ഒന്നും കടത്തിവിടില്ല. KSRTC ബസ്സും പിന്നെ പോലീസ് ജീപ്പും മാത്രം കയറി പോകുന്നത് കണ്ടിട്ടുണ്ട്. നല്ലൊരു മഴ കഴിഞ്ഞ് പൊന്മുടി ഓപ്പൺ ആയതിനാൽ അത്ര തിരക്കില്ല. ഇവിടെ മഴ കാണരുത് എന്ന് പ്രാർത്ഥിച്ചാണ് ഞാൻ താഴെ നിന്ന് കയറി വന്നത്. മഴ പെയ്താൽ ഇവിടെ മുഴുവൻ കോട കയറും. പിന്നെ ഒന്നും കാണാൻ കഴിയില്ല. അതുപോലെ തന്നെ വീഡിയോ എടുക്കുന്നതും അത്ര ഒരു സുഖം കിട്ടത്തില്ല. ഓക്കെ, കോട ഷൂട്ട് ചെയ്യുന്നത് വേറൊരു വൈബാണ്. എന്നാൽ പോലും എനിക്ക് ഈ വ്യൂ ആണ് ഇഷ്ടം. നമ്മുടെ ഭാഗ്യത്തിന് ഇവിടെ വന്നപ്പോൾ നല്ല ക്ലൈമറ്റാണ്. നല്ല കളർഫുള്ളായി പൊന്മുടി മലകളെല്ലാം കാണാം. മാത്രമല്ല പലർക്കും സംശയമുണ്ട് ഈ എന്തുകൊണ്ട് പൊന്മുടിക്ക് ഈ പേര് വന്നു. ആ സംശയം ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ തീർക്കുന്നതാണ്. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന കുറച്ച് ട്രെക്കിംഗ് പ്രോഗ്രാംസിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റും നമ്മുടെ ഈ പൊന്മുടി മലനിരകളാണ്. വരയാട് മുട്ട ട്രക്കിങ്, മരുത്തമല, സീതാതീർത്ഥം ട്രക്കിങ് എല്ലാം ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. എല്ലാ ട്രക്കിംഗ് പ്രോഗ്രാംസിനും മിനിമം 5 പേര് വേണം. 3500 മുതൽ 5000 വരെയാണ് 5 പേർക്കുള്ള ട്രക്കിംഗ് പാക്കേജിൻ്റെ ഫീസ് വരുന്നത്. വരയാട് മുട്ട ട്രക്കിംഗ് 9 മണിക്കൂറും മറ്റ് 2 ട്രക്കിംഗ് യഥാക്രമം 5 മണിക്കൂറും 3 മണിക്കൂറും ഒക്കെ എടുക്കും കംപ്ലീറ്റ് ചെയ്യാൻ. ആർക്കെങ്കിലും ട്രക്കിംഗ് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ കൊടുത്തേക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്തിട്ട് അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്താൽ മതി. നിങ്ങൾക്ക് ട്രക്കിങ്ങിനൊക്കെ പോകാൻ പറ്റും. അങ്ങ് താഴ്വാരത്തിലായി കാണുന്നതാണ് മർക്കിസ്റ്റൺ ടീ എസ്റ്റേറ്റ്. നമ്മൾ വരുന്ന വഴിക്ക് തന്നെ ഒരു ഡീവിയേഷനുണ്ട് അങ്ങോട്ടേക്ക് തിരിഞ്ഞു പോകാൻ. അഗസ്ത്യ മലനിരകളും വരയാട് മുട്ട മലനിരകളും എല്ലാം കൂടി ഇവിടെ നിന്ന് നോക്കിയാലും തീരാത്തത്ര കാഴ്ചകളാണ്. കണ്ണ് കൊണ്ട് കാണുന്ന അതേ സൗന്ദര്യം വീഡിയോ ചെയ്യുമ്പോൾ കിട്ടുമോ എന്ന് ഡൗട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ എന്തുകൊണ്ട് ഈ സ്ഥലത്തിന് പൊന്മുടി എന്ന് പേര് കിട്ടിയത് എന്ന്. ഇത് തന്നെയാണ് കാരണം. നല്ല തെളിഞ്ഞ ദിവസങ്ങളിൽ രാവിലെയും വൈകുന്നേരവും സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ഈ മലനിരകൾ മുഴുവൻ സ്വർണ്ണവർണ്ണത്തിൽ വെട്ടിത്തിളങ്ങും. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് പൊന്മുടി അഥവാ ഗോൾഡൻ പീക്ക് എന്ന പേര് വന്നത്. മഴയോ കോടമഞ്ഞോ ഉണ്ടായിരുന്നാൽ ഈ കാഴ്ചകളെല്ലാം നമുക്ക് മിസ്സാകും. കുറച്ച് ഫോട്ടോസ് എടുത്തു വെച്ചാൽ വാൾപേപ്പേഴ്സായി യൂസ് ചെയ്യാം. അത്ര മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇനി നമുക്ക് പതുക്കെ നടന്ന പാർക്കിങ്ങിനപ്പുറം ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അങ്ങോട്ട് പോയി നോക്കാം. അവിടെ കുന്നിന് മുകളിൽ ഒരു വാച്ച് ടവർ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിലേക്ക് ബലക്ഷയം കാരണം ആളെ കയറ്റുന്നില്ല. എന്നാലും കുന്നിന് മുകളിൽ പോയി നിന്ന് കുറച്ച് കാഴ്ചകൾ കൂടി കാണാം.
ഒരുപാട് പക്ഷി ജന്തുജാല വർഗ്ഗങ്ങളും യഥേഷ്ടം ജീവിക്കുന്ന പേപ്പാറ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുമായി അതിർത്തി പങ്കിടുന്നത് കൊണ്ട് തന്നെ ഈ പൊന്മുടി മലനിരകളും പ്രൊട്ടക്റ്റഡ് ഏരിയയിൽ വരുന്ന പ്രദേശങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ യാത്രയും ഈ മലനിരകൾക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ ജന്തുജാലങ്ങൾക്ക് ഒരുവിധ നാശവും വരാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമ തന്നെയാണ്. കുറച്ച് കയറ്റമാണ്, എന്നാലും ഒന്ന് കയറിയിട്ട് പോകാം. കാരണം ഇതിന് മുകളിൽ നിന്നുള്ള വ്യൂ അപാരം തന്നെയായിരിക്കും. ഇപ്പോൾ താഴ്വരയും മലനിരകളും എല്ലാം തന്നെ നന്നായിട്ട് കാണാം. സമയം ഏതാണ്ട് 5 കഴിഞ്ഞു. സൺസെറ്റ് വ്യൂ അടിപൊളി തന്നെയാണ്. നീലാകാശവും അതിലെ പഞ്ഞിക്കെട്ട് പോലുള്ള മേഘങ്ങളും പിന്നെ സ്വർണ്ണവർണ്ണത്തിൽ വെട്ടിത്തിളങ്ങുന്ന മലനിരകളും അതിനുകൂടെ കുറച്ച് കുഞ്ഞു മനുഷ്യരും അവരുടെ വാഹനങ്ങളും, നല്ലൊരു അടിപൊളി വ്യൂ. എന്തായാലും മനസ്സിലേക്ക് പതിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഈ വ്യൂ. ഇപ്പോൾ പോലീസിൻ്റെ വയർലെസ് സ്റ്റേഷനും പിന്നെ VSSCയുടെ ബിൽഡിങ്ങും എല്ലാം കൂടി വന്നപ്പോൾ അല്പം റെസ്ട്രിക്റ്റഡ് ആയി. എങ്കിലും തിരുവനന്തപുരത്തുകാർക്ക് ഇത്ര ദൂരെയല്ലാതെ ഒരു ദിനം സ്പെൻഡ് ചെയ്യാൻ വേറൊരു സ്ഥലവും എനിക്ക് റെക്കമെൻഡ് ചെയ്യാനില്ല. KSRTC രാവിലെ മുതൽ വൈകുന്നേരം വരെ സർവീസുണ്ട്. സിറ്റിയിൽ നിന്നല്ലെങ്കിലും നെടുമങ്ങാട് സ്റ്റാൻഡിൽ നിന്നും സർവീസുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടുള്ള യാത്ര വളരെ ഈസിയായി മാറിപ്പോൾ. അത്യാവശ്യം ഫുഡും വെള്ളവും എല്ലാം ഇവിടെ നിന്ന് കിട്ടും. ഇവിടെ സന്ദർശിക്കാൻ പറ്റിയ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്ടോബർ മുതൽ ജനുവരി ഉള്ള മാസങ്ങളാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മഴയും ചൂടും ഒക്കെ ആകുമ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത്ര ഭംഗി ഉണ്ടാകത്തില്ല ഈ മലനിരകൾക്ക്. അങ്ങനെ സമയം പോയതറിഞ്ഞില്ല. പൊന്മുടിക്ക് വിട പറയാനുള്ള സമയമായി. തിരികെ ഹെയർ പിന്നെല്ലാം കഴിഞ്ഞ് കല്ലാർ എത്തുമ്പോഴേക്കും നല്ല ഇരുട്ടാകും. അപ്പോൾ നമ്മുടെ വീഡിയോയും കാഴ്ചകളെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു വീഡിയോയുമായി പിന്നീട് കാണാം. അതുവരേക്കും